ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഭജനദീപം 9 ദിവസത്തെ പ്രത്യേക പ്രാർത്ഥനാ പരമ്പരയുടെ 7-ാം ദിവസത്തിലേക്ക്. പ്രിയ സഹോദരങ്ങളെ, ഈ 9 ദിവസത്തെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വലിയ അത്ഭുതങ്ങൾ സംഭവിക്കാൻ വേണ്ടിയാണ് ഇന്ന് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നത്. അത്ഭുതങ്ങൾ സംഭവിക്കുന്ന സമയം അടുത്തിരിക്കുന്നു. ഇന്ന് കർത്താവ് നൽകുന്ന ഉറപ്പിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. യോഹന്നാൻ 11:40 വചനം ഇങ്ങനെ പറയുന്നു: യേശു അവളോട് ചോദിച്ചു, വിശ്വസിച്ചാൽ ദൈവമഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? സഹോദരങ്ങളെ, ഈശോയുടെ വാക്കുകൾ വിശ്വസിക്കുക. ഇനി വരുന്ന 3 ദിവസങ്ങൾ അത്ഭുതങ്ങളുടേതാകും എന്ന് കർത്താവ് നമുക്ക് വാക്ക് തരുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റമില്ലാത്ത സാഹചര്യങ്ങൾ, മാറാത്ത രോഗങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇവയെല്ലാം മാറാൻ പോകുന്നു. നിങ്ങൾ വിശ്വസിച്ചാൽ മാത്രം മതി. നിങ്ങൾ ദൈവമഹത്വം കാണും. കർത്താവ് പറയുന്ന അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്ന സമയം ഇത് തന്നെയാണ്. ഉറച്ചു വിശ്വസിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, ഈ വചനദൈവം പ്രാർത്ഥനാ ഗ്രൂപ്പിലൂടെ ഈ 9 ദിവസത്തെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ഇനി വരുന്ന 3 ദിവസങ്ങളിൽ ഇവരുടെ ജീവിതങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. നീ വിശ്വസിച്ചാൽ ദൈവമഹത്വം കാണുമെന്ന് പറഞ്ഞവനെ, ഇവരുടെ ജീവിതത്തിലെ സകല തടസ്സങ്ങളും മാറി ദൈവമഹത്വം വെളിപ്പെടട്ടെ. കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തികൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ 7 ദിവസത്തെ പ്രാർത്ഥനയുടെ അവസാനം നമുക്കൊരുമിച്ച് ഈ മനോഹരമായ സമർപ്പണ പ്രാർത്ഥന ചൊല്ലാം. അടുത്ത 3 ദിവസങ്ങളിൽ ദിവസവും 3 പ്രാവശ്യം പൂർണ്ണ വിശ്വാസത്തോടെ നിങ്ങളിത് പ്രാർത്ഥിക്കണം. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പ്രാർത്ഥന. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഈശോയെ, നീ എനിക്ക് വേണ്ടി ഇന്ന് വരെ ചെയ്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറയുന്നു. എൻ്റെ യേശുവേ, ഇപ്പോൾ എൻ്റെ ഈ വലിയ ആവശ്യ നേരത്ത് നമ്മളുടെ നിയോഗങ്ങൾ പറയുക. എൻ്റെ ഈ ആവശ്യം നമ്മുടെ പിതാവായ ദൈവം കാണത്തക്ക വിധം അങ്ങയുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കണമേ. അതുവഴി ദൈവത്തിൻ്റെ കരുണ നിറഞ്ഞ കണ്ണുകളുടെ മുന്നിൽ എൻ്റെ ആവശ്യമായിട്ടല്ല, അങ്ങയുടെ ആവശ്യമായിട്ട് മാറുമല്ലോ. ആമേൻ. പ്രാർത്ഥന. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഈശോയെ, നീ എനിക്ക് വേണ്ടി ഇന്ന് വരെ ചെയ്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറയുന്നു. എൻ്റെ യേശുവേ, ഇപ്പോൾ എൻ്റെ ഈ വലിയ ആവശ്യ നേരത്ത് നമ്മളുടെ നിയോഗങ്ങൾ പറയുക. എൻ്റെ ഈ ആവശ്യം നമ്മുടെ പിതാവായ ദൈവം കാണത്തക്ക വിധം അങ്ങയുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കണമേ. അതുവഴി ദൈവത്തിൻ്റെ കരുണ നിറഞ്ഞ കണ്ണുകളുടെ മുന്നിൽ എൻ്റെ ആവശ്യമായിട്ടല്ല, അങ്ങയുടെ ആവശ്യമായിട്ട് മാറുമല്ലോ. ആമേൻ. പ്രാർത്ഥന. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഈശോയെ, നീ എനിക്ക് വേണ്ടി ഇന്ന് വരെ ചെയ്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറയുന്നു. എൻ്റെ യേശുവേ, ഇപ്പോൾ എൻ്റെ ഈ വലിയ ആവശ്യ നേരത്ത് നമ്മളുടെ നിയോഗങ്ങൾ പറയുക.
എൻ്റെ ഈ ആവശ്യം നമ്മുടെ പിതാവായ ദൈവം കാണത്തക്ക വിധം അങ്ങയുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കണമേ. അതുവഴി ദൈവത്തിൻ്റെ കരുണ നിറഞ്ഞ കണ്ണുകളുടെ മുന്നിൽ എൻ്റെ ആവശ്യമായിട്ടല്ല അങ്ങയുടെ ആവശ്യമായിട്ട് മാറുമല്ലോ. ആമേൻ. പ്രാർത്ഥന. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഈശോയെ, നീ എനിക്ക് വേണ്ടി ഇന്ന് വരെ ചെയ്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറയുന്നു. എൻ്റെ യേശുവേ, ഇപ്പോൾ എൻ്റെ ഈ വലിയ ആവശ്യ നേരത്ത് നമ്മളുടെ നിയോഗങ്ങൾ പറയുക. എൻ്റെ ഈ ആവശ്യം നമ്മുടെ പിതാവായ ദൈവം കാണത്തക്ക വിധം അങ്ങയുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കണമേ. അതുവഴി ദൈവത്തിൻ്റെ കരുണ നിറഞ്ഞ കണ്ണുകളുടെ മുന്നിൽ എൻ്റെ ആവശ്യമായിട്ടല്ല അങ്ങയുടെ ആവശ്യമായിട്ട് മാറുമല്ലോ. ആമേൻ. സ്നേഹമുള്ളവരെ, അവസാനം നമ്മൾ ചൊല്ലിയ പ്രാർത്ഥന ഒരു ദിവസം 3 പ്രാവശ്യം വെച്ചാണ് നമ്മൾ ചൊല്ലുക. ഈ പ്രാർത്ഥന ഇന്നും 7, 8, 9 ഈ 3 ദിവസം നിങ്ങൾ വിശ്വാസത്തോടെ ചൊല്ലണം. ഈ പ്രാർത്ഥന ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ അത് നോക്കി വായിക്കുക. നിങ്ങളുടെ മൊബൈലിൽ നിയോഗം വരുമ്പോൾ ഫോൺ പയ്യെ ഒന്ന് മൂടി ചെയ്ത് വെച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ പറയുക. എന്നിട്ട് വീണ്ടും ഓണാക്കുക. വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാവും. വിശ്വസിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇതുവരെ പ്രാർത്ഥിച്ചിട്ട് മാറ്റങ്ങളോ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ നിങ്ങളത് കമൻ്റായിട്ട് നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ ഇടുക. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇനി വരുന്ന 3 ദിവസം നമുക്ക് ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. വിശ്വാസത്തോടെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.